40 വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ലേ? എന്നെ ഒത്തിരി പേര് കണക്ട് ചെയ്യാറുണ്ട്. കാരണം ഡോക്ടറെ, ഞങ്ങൾക്കിപ്പോൾ 40+ ആയി, ഒരുപാട് നാളെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു, ഇതുവരെ ഒന്നും പോസിറ്റീവ് ആയിട്ടില്ല, ഇനി ഞങ്ങൾക്കൊരു അമ്മയാവാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പീരീഡ്സ് എല്ലാം കൃത്യമാണോ എന്നാണ്. അവിടെ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് മെൻസസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പേടിക്കണം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയും. ചിലപ്പോൾ അത് മെയിൽ ഫാക്ടറിൻ്റെ, ചിലപ്പോൾ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വൈഫിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. അപ്പോൾ ചില കേസസ് നമുക്ക് മെഡിസിൻ കൊടുത്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമുക്ക് നോർമലി നോക്കി നോക്കാം എന്നെല്ലാം പറഞ്ഞ് മെഡിസിൻസ് കൊടുക്കും. പക്ഷേ മിക്കവാറും കേസസ് എങ്ങനെയാണ് കിട്ടാറ് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ IVF അറ്റംപ്റ്റ് ചെയ്ത് 1 സൈക്കിൾ അല്ലെങ്കിൽ 1-2 തവണ IVF എല്ലാം ചെയ്യാൻ നോക്കിയിട്ടും അവർക്ക് ക്വാളിറ്റിയിൽ എഗ്ഗ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കേസസ് ഉണ്ടല്ലോ. അത്തരം കേസസ് ഞാൻ പറയും, ധൈര്യമായിട്ട് നിങ്ങളൊരു 6 മന്ത്സ് ഈ മെഡിസിൻസ് കഴിക്കൂ. എന്നിട്ട് നിങ്ങൾ വീണ്ടും പോയിട്ട് ഒരു IVF അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേനേക്കാളും ബെറ്റർ ആയിട്ട് എഗ്സ് എല്ലാം കിട്ടും. ഇപ്പം ഞാൻ ട്രീറ്റ് ചെയ്ത എനിക്ക് കണ്ണൂർ നിന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അവർ 2 സൈക്കിൾ ഓഫ് IVF കഴിഞ്ഞതാണ്. അതിൽ 2 ഫെയിലിയറായി. ഒന്ന് ചെയ്ത് ലാസ്റ്റ് ലെവൽ ചെയ്ത് അറിയപ്പെടുന്ന കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു ഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോയിട്ട് ചെയ്തത്. പക്ഷേ അന്നേരം അവർക്ക് ട്രിഗർ ചെയ്ത സമയം, ഓവറിയൻ സ്റ്റിമുലേഷൻ കൊടുത്ത സമയത്ത് എഗ്ഗ് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഡോണറെ സ്വീകരിക്കുക മാത്രമേ മാർഗമുള്ളൂ, നിങ്ങളിൽ നിന്ന് എഗ്ഗ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ പേഷ്യൻറ്റ് ഇപ്പോൾ 7 മന്ത് പ്രഗ്നൻ്റ് ആണ്. നമ്മളൊരു 6 മന്ത്സ് മെഡിസിൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിട്ട് IVF അറ്റംപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവർ IVF അറ്റംപ്റ്റ് ചെയ്തു. ഇപ്പോൾ 7 മന്ത്, 6th മന്ത് കഴിഞ്ഞ് 7th മന്ത് റണ്ണിങ് ആണ്. അപ്പോൾ ഇങ്ങനെ, അതായത് 40+ ആയി നിങ്ങൾ IVF അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എഗ്ഗ് കിട്ടുന്നില്ല എന്നുള്ള പ്രയാസമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.